ഹായ് SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ അവഗണിക്കുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് കുറേ പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ നോക്കി പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നോട് ഭയങ്കരമായിട്ട് ഒരു അവഗണന കാണിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറേ കംപ്ലയിൻറ്റ്സ് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യമാണ്. ഈ ഒരു അവഗണന കുറയാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അവർ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പറയാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ദിവസവും അവരോട് എന്തെങ്കിലും ഉപദേശം ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്കെല്ലാം അറിയാം എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി അവരെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ഉപദേശങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ഈ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് വർക്കൗട്ടായി തുടങ്ങും എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിലപ്പോൾ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, ഇവർക്കപ്പോൾ എന്നെക്കുറിച്ച് ഭയങ്കര മതിപ്പാണ്, അതായത് എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നിവർക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഇവരെക്കാളും വളരെ വലുതാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത പോവരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ ആൻസേഴ്സ് തരും എന്നുള്ളതാണ്. അതായത് എന്തൊരു കാര്യത്തെക്കുറിച്ച് സംശയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അറിയില്ലെങ്കിലും അവരത് കണ്ടുപിടിച്ച് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈം അത്രയും തന്നെ അവരുടെ ടൈമും അതുപോലെ അവരുടെ എനർജിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളോടുള്ള ഒരു അടുപ്പം കൂടി വരും എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, അതായത് വിളിക്കുന്നില്ല എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റ് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം കിട്ടുന്നില്ല എന്നുള്ള കുറച്ച് പരാതികളും പരിഭവങ്ങളൊക്കെ കുറേ പേരിൽ കാണാറുണ്ട്. അപ്പോൾ അത് മാറിക്കിട്ടും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഡെയിലി ചോദിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ഡെയിലി വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഉപദേശങ്ങളോ ഒപ്പീനിയൻസ് ഒക്കെ അവരോട് ചോദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരോട് എന്തെങ്കിലും സഹായം ചോദിക്കുക എന്നുള്ളതാണ്. ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുള്ളതാണ്. അതായത് ഒരു മാനസിക അടുപ്പം ഉണ്ടായി വരും. കാരണം നമ്മളൊക്കെ വിചാരിക്കാം, നമ്മളോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും അവർ ഇല്ല, ചെയ്തു തരില്ല എന്നൊരു ആൻസർ പറയില്ല എന്നുള്ളതാണ്. ഇതിന് വേറൊരു വശം കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സമൂഹത്തിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു നിലയും വിലയും വേണം, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല മനസ്സുള്ള ഒരാളാണ് എന്നുള്ളത് മറ്റുള്ളവർ വിചാരിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. സോ അത് നഷ്ടപ്പെടരുത് എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് തരാനായിട്ട് അവർ മനസ്സ് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് നമ്മളോട് എത്രത്തോളം ഇഷ്ടമില്ല, നമ്മൾ എത്രത്തോളം പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്രെയിന് അവരോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്. അതിന് ആൻസർ നമ്മുടെ ബ്രെയിൻ തന്നെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പോഴും ഇഷ്ടം അല്ലെങ്കിലും എന്തോ ചെറിയൊരു ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ട്. അതായത് ഇപ്പോഴും നിനക്ക് അവനെ അല്ലെങ്കിൽ അവളെ ഇഷ്ടമാണ് എന്നുള്ള ഒരു ആൻസർ നമ്മുടെ ബ്രെയിന് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരോട് പിന്നീട് അങ്ങോട്ട് ഇഷ്ടം തോന്നി തുടങ്ങും എന്നുള്ളതാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തോന്നി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ഹെൽപ്പ് നിങ്ങൾ ചോദിക്കാനായിട്ട് തയ്യാറാവുക. പക്ഷേ എപ്പോഴും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കരുത്, ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ സഹായം ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ക്യാഷ് കടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അത് വാങ്ങാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ അവരോട് ചോദിക്കാനായിട്ട് തയ്യാറാവുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലവ് കെയർ ആക്ഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ അവർ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ പരിഭവങ്ങളും പരാതികളും ഒന്നും പറയാൻ നിൽക്കരുത്. പകരം നന്നായിട്ട് അവരെ അങ്ങോട്ട് സ്നേഹിക്കുക, നല്ല രീതിയിൽ പ്രണയിക്കുക, അതേപോലെ തന്നെ നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ചിലരുണ്ട് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും പറയുന്നുണ്ടാവും, നീ ഇപ്പം എന്നെ വിളിക്കുന്നേ ഇല്ല, എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കംപ്ലയിൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യം അവർ ഫോൺ എടുക്കില്ല നിങ്ങളെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, ഇവർക്ക് ഏത് കാര്യത്തിലാണ് കുറച്ചുകൂടി വിഷമമുള്ളത് എന്നുള്ളത്. അതായത് അവർക്ക് ഒരുപാട് വിഷമമുള്ള ആ ഒരു കാര്യം എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പുറത്ത് പറയുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ വിഷമിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരും വിഷമിക്കണം, ഞാൻ സന്തോഷിക്കുന്നതിൽ മറ്റുള്ളവർ സന്തോഷിക്കണം, എന്നെ മറ്റുള്ളവർ കെയർ ചെയ്യണം, സ്നേഹിക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ്. സോ ഇവരുടെ മനസ്സിലുള്ള സംഭവം തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്
അവരുടെ വിഷമങ്ങളിൽ അവരെക്കാൾ കൂടുതൽ വിഷമമുണ്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ്. അവരെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുക, അവരുടെ സന്തോഷങ്ങളിൽ നല്ല രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുക, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് കരുതൽ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പരിഭവം മാറി കിട്ടും. മാത്രമല്ല സ്നേഹം അവിടെ വന്നു തുടങ്ങുന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു ടൈമിൽ ആരാണോ നമ്മുടെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് വരുന്നത് അവരെ നമ്മൾ ഒരു കാരണവശാലും മറക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ അവർ തരുന്ന സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം എന്നുള്ളത് നമ്മൾ വിചാരിക്കും, നമ്മൾ ആഗ്രഹിക്കും. സോ എപ്പോൾ വീണ് കിടക്കുകയാണെങ്കിലും എപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് വേണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവർക്ക് ഇങ്ങനെ വിഷമമുള്ള കാര്യത്തിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ആ സപ്പോർട്ട് എപ്പോഴും വേണമെന്ന് തോന്നുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വിട്ട് കളയണമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരില്ല. സോ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം ആ ഒരു പേഴ്സണ് വരും. പിന്നീട് നിങ്ങളെ പരിഗണിക്കാൻ അവർ തുടങ്ങും എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരിട്ട് ചെന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആരുടെയെങ്കിലും കൈ കൊടുത്തു വിടുക അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. നേരിട്ട് ചെന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. മാത്രമല്ല സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അത് നല്ലത്. അപ്പോൾ നമ്മൾ ആൺകുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ടീഷർട്ടോ ഷർട്ടോ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ റേറ്റ് കുറഞ്ഞതായിരിക്കും. പക്ഷേ ഇവരത് എപ്പോഴും ഇട്ട് നടക്കുന്നുള്ളതാണ്. ചെറിയൊരു ഓട്ടോ വീണ് കഴിഞ്ഞാൽ പോലും ഇവരത് ഇട്ട് നടക്കും. കാരണം ഇവർക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷമൊക്കെ ആയിരിക്കും ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ കുറേ എടുത്തു വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലരൊക്കെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു കളയുന്ന ആളുകളുണ്ട്, ചിലർ എടുത്തു വെക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിന് ഒരു പ്രത്യേക കഴിവുണ്ട്, പരസ്പരമുള്ള ഇഷ്ടം കൂട്ടാൻ, അതായത് പരസ്പരമുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കി ഇഷ്ടം കൂട്ടാനുള്ള ഒരു കഴിവ് ഗിഫ്റ്റിന് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് പറയും നിനക്ക് വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ നീ തിരിച്ചു തന്നോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ വാങ്ങിയതാണ്, സ്നേഹത്തോടെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. കാരണം വാങ്ങിക്കാതിരുന്നാൽ അത് മാന്യതയില്ലായ്മയാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് വേണ്ടാന്ന് ഒരിക്കലും പറയില്ല, അവർ കൊണ്ടുപോയിക്കോളും. പക്ഷേ നിങ്ങൾ പെരുമാറുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഇടയ്ക്ക് കൊടുക്കുക. എപ്പോഴും വേണമെന്നില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരോട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ അവരോടൊന്ന് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ആ ഒരു പരാതി, അതായത് നിങ്ങളെ തീരെ പരിഗണിക്കുന്നില്ല, എപ്പോഴും അവഗണന മാത്രമാണ്, വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല, ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടി തരാം. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇതല്ലാണ്ട് വേറെ കുറച്ച് ടെക്നിക്സ് നമ്മൾ അവൈലബിൾ ആണ്. സോ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അതായത് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ഇതല്ലാണ്ട് വേറെ കുറേ പ്രോബ്ലംസ് റിലേഷൻഷിപ്പിൽ ഉള്ളവരുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓക്കെ ആയി, നമ്മുടെ ഇപ്പോൾ ഗൈഡൻസ് കൊണ്ട് ഓക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇത് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. എന്താണ് പ്രോബ്ലം എന്നുള്ളത് പറയാം, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് വലയുന്ന കുറേ പേര് നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കും, ഫ്രണ്ട്സോ ഫാമിലിയോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോഴും കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്